എന്താണ് ഗൂഗിൾ ഷീറ്റ്സിലെ റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ എന്നതും റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ്റെ 2 പ്രാക്ടിക്കൽ യൂസസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 സംഖ്യകൾക്കിടയിൽ നിന്ന് ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഗൂഗിൾ ഷീറ്റ്സിലെ റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 1നും 10നും ഇടയിൽ നിന്ന് ഒരു റാൻഡം നമ്പർ പിക്ക് ചെയ്യാനായിട്ട് ഈക്വൽ റാൻഡ് ബിറ്റ്വീൻ എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷന് 2 ആർഗ്യുമെന്റ്സ് ആണുള്ളത്, 1 ലോ 2 ഹൈ. ഏത് 2 സംഖ്യകൾക്കിടയിലുള്ള റാൻഡം നമ്പറാണോ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്, ആ സംഖ്യകളിലെ ചെറിയ സംഖ്യയാണ് ലോ എന്ന ആർഗ്യുമെന്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടത്. നമുക്കിവിടെ 1നും 10നും ഇടയിലുള്ള റാൻഡം നമ്പറാണ് വേണ്ടത്. 1, ഏത് 2 സംഖ്യകൾക്കിടയിലെ റാൻഡം നമ്പറാണോ ജനറേറ്റ് ചെയ്യേണ്ടത്, ആ സംഖ്യകളിലെ വലിയ വാല്യൂ ആണ് ഹൈ എന്ന ആർഗ്യുമെന്റ് സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടത്. 10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻഡ്. നോക്കുക, 1നും 10നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടി. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത, ഇതൊരു വോളട്ടൈൽ ഫംഗ്ഷനാണ്. അതായത് ഈ വർക്ക്ഷീറ്റിൽ നമ്മൾ എപ്പോഴെല്ലാം മാറ്റം വരുത്തുന്നോ അപ്പോഴെല്ലാം ഈ ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതായത് അപ്പോഴെല്ലാം ഈ ഫംഗ്ഷൻ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യും. ഇവിടെ ഞാനൊരു സംഖ്യ എൻ്റർ ചെയ്യുന്നു. നോക്കുക, ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. നോക്കുക, വീണ്ടും ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് പകരം മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട്, ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുമ്പോഴും അൺമാർക്ക് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് ഈ ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഇനി റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ്റെ 2 പ്രാക്ടിക്കൽ യൂസസ് കൂടെ നോക്കാം. 15, 27, 50, 100. സപ്പോസ് ഈ കാണുന്ന പോലെ 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സംഖ്യകളിൽ നിന്ന് ഒരു റാൻഡം നമ്പർ പിക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അത്തരമൊരു ആവശ്യത്തിന് വേണ്ടിയുള്ള ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. ഈക്വൽ ചൂസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ചൂസ് ഫംഗ്ഷനിലെ 1ാമത്തെ ആർഗ്യുമെന്റ് ഇൻഡെക്സ്. ഇവിടെ റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. റാൻഡ് ബിറ്റ്വീൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷനിലെ 1ാമത്തെ ആർഗ്യുമെന്റ് ലോ. ഇവിടെ 4 സംഖ്യകളാണുള്ളത്, 1, 4, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ചൂസ് ഫംഗ്ഷനിലെ 2ാമത്തെ ആർഗ്യുമെന്റ് ചോയ്സ് 1. ഇവിടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ ഫോർമുലയിൽ എടുത്തെഴുതുക. 15, 27, 50, 100, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ 4 സംഖ്യകളിൽ നിന്ന് റാൻഡം ആയിട്ടൊരു സംഖ്യ നമ്മൾ എഴുതിയ ഫോർമുല റിട്ടേൺ ചെയ്ത് കാണാം. ഇനി ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുമ്പോൾ ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും മറ്റൊരു ഉദാഹരണം കൂടി. ഈ കാണുന്ന 10 പേരുകളിൽ നിന്ന് റാൻഡം ആയിട്ടൊരു പേര് പിക്ക് ചെയ്യുന്ന ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇൻഡെക്സ് ഫംഗ്ഷനിലെ 1ാമത്തെ ആർഗ്യുമെന്റ് റെഫറൻസ്. പേരുകൾ കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, 2ാമത്തെ ആർഗ്യുമെന്റ് റോ. ഇവിടെ റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുക. റാൻഡ് ബിറ്റ്വീൻ 10 പേരുകളാണ് ഇവിടെ ഉള്ളത്. 1, 10, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി, എൻ്റർ. നോക്കുക, ഈ പേരുകളിൽ നിന്ന് റാൻഡം ആയിട്ടൊരു പേര് ഫോർമുല പിക്ക് ചെയ്ത് കാണാം. വീണ്ടും ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ചിലങ്ങനെ ശ്രദ്ധിച്ച് കാണും, റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ എപ്പോഴും ഇൻറ്റിജേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഡെസിമൽസ് ഉള്ള റാൻഡം നമ്പേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് റാൻഡ് ഫംഗ്ഷൻ ആണ്. ഗൂഗിൾ ഷീറ്റ്സിലെ റാൻഡ് ഫംഗ്ഷനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.